വിവോയുടെ വിവോ Y50 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ Y50 5G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ വിവോ Y50 5Gയിൽ 6.74 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. ഈ ഒരു സ്മാർട്ട് ഫോൺ 13,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ ഫുൾ HD റെസൊല്യൂഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിവിടെ മിസ്സിംഗ് ആണ്. പിന്നെ LCD പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചേ ഇതിൽ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ പഞ്ചോൾ ഡിസൈൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അതും മിസ്സിംഗ് ആണ്. 90 Hz റിഫ്രഷ് റേറ്റ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 120 Hz റിഫ്രഷ് റേറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അതും ഇവിടെ മിസ്സിംഗ് ആണ്. ഏകദേശം 90.4% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് ഈ ഫോണിൽ വരുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് 1000 nits ആണ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സേ ഇതിൽ വരുന്നുള്ളൂ. ഇപ്പോൾ ഒരു 8,000 രൂപയ്ക്ക് താഴെ വരുന്ന ഫോണുകൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സാണ് ഇതിൽ വരുന്നത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഡിസപ്പോയിൻറ്റിംഗ് ആണ് എന്ന് പറയേണ്ടി വരും. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 204 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.19 mm ആണ്. IP64 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിന് 5 സ്റ്റാർ ഡ്രോപ്പ് ആൻഡ് ഫാൾ റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണൊക്കെ ആയിരിക്കും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 6300 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. 13,000 രൂപ പ്രൈസ് റേഞ്ചിൽ ആവറേജ് ആയിട്ടുള്ള തരക്കേടില്ലാത്തൊരു പ്രോസസ്സർ എന്നൊക്കെ പറയാവുന്നതാണ്. അപ്പോൾ തരക്കേടില്ലാത്തൊരു പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 4GB റാമും 128GB ഇൻറ്റേർണലാണ് വരുന്നത്. 6GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും 12GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ LPDDR4Xൻ്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പാണ് ഇതിൽ വരുന്നത്. IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ സിംഗിൾ സ്പീക്കർ ഇതിൽ വരുന്നുള്ളൂ. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നുണ്ട്. Android 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 13 MP f2.2 അപ്പേഴ്സിൽ വരുന്ന ഒരു ബാക്ക് ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ 5 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പം ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ക്യാമറയിൽ കൊടുക്കായിരുന്നു. അപ്പോൾ ക്യാമറ സ്പെസിഫിക്കേഷനും അത്ര മികച്ചതല്ല. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ഇതിൽ 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു ചാർജിങ് സ്പീഡുമാണ്. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നുണ്ട് എന്നൊക്കെ പറയാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 1199 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്, അതായത് 13,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അല്ല. ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറും അത്യാവശ്യം നല്ല ബാറ്ററി സെറ്റപ്പും കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. എന്തായാലും മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ച ഫോൺ എന്ന് പറയാൻ പറ്റില്ല. നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഉണ്ട് എന്നേ ഉള്ളൂ. ബാക്കി ചില ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സും ചില ആവറേജ് ആയിട്ടുള്ള ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ചിലപ്പോൾ ലോഞ്ച് ചെയ്തേക്കാം, പക്ഷേ അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ന്യൂസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്ത്യയിലും ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഇത് ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 12,000 13,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും വിവോയുടെ വിവോ Y50 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.